ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. 2025-2024 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ തന്നെ ഉപകാരപ്രദമെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തുടങ്ങാം. 2024-25 സീസണിലെ രഞ്ജി ട്രോഫി ജേതാക്കൾ വിദർഭ. 2024-25 സീസണിലെ രഞ്ജി ട്രോഫി ജേതാക്കളാണ് വിദർഭ. ഏത് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശ സർക്കാരാണ് മഹിളാ സമൃദ്ധി യോജന ആരംഭിച്ചത്? ഏതാണ്? ഡൽഹി സർക്കാരാണ് മഹിളാ സമൃദ്ധി യോജന ആരംഭിച്ചത്. മുഖ്യമന്ത്രി ബാലികാ സമൃദ്ധി യോജന, മുഖ്യമന്ത്രി കന്യ ആത്മനിർഭർ യോജന എന്നീ പദ്ധതികൾ ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് ത്രിപുര. മഹിളാ സമൃദ്ധി യോജന ആരംഭിച്ചത് ഡൽഹി സർക്കാരും മുഖ്യമന്ത്രി ബാലികാ സമൃദ്ധി യോജന, മുഖ്യമന്ത്രി കന്യ ആത്മനിർഭർ യോജന എന്നീ പദ്ധതികൾ ആരംഭിച്ച സംസ്ഥാനം ത്രിപുരയുമാണ്. അടുത്തിടെ വാർത്തകൾ ഇടം നേടിയ ഫ്യൂഗോ അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്തോനേഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന അഗ്നിപർവ്വതമാണ് ഫ്യൂഗോ അഗ്നിപർവ്വതം. 2024 ലോക വായു ഗുണനിലവാര റിപ്പോർട്ട് അനുസരിച്ച് വായു മലിനീകരണത്തിൽ ഇന്ത്യയുടെ റാങ്ക് 5. കരുണയും പ്രാഥമിക ആരോഗ്യ സംരക്ഷണവും എന്ന പേരിൽ അടുത്തിടെ റിപ്പോർട്ട് പുറത്തിറക്കിയ സംഘടനയാണ് ലോകാരോഗ്യ സംഘടന. ലോകാരോഗ്യ സംഘടന അടുത്തിടെ ഇറക്കിയ റിപ്പോർട്ട് എന്താണ്? കരുണയും പ്രാഥമിക ആരോഗ്യ സംരക്ഷണവും. അടുത്തിടെ വാർത്തകളിൽ കണ്ട തലാസീമിയ ഏത് തരം രോഗമാണ്? തലാസീമിയ എന്നത് ഒരു ജനിതക രക്തവൈകല്യ രോഗമാണ്. ജനിതക രക്തവൈകല്യ രോഗമായ തലാസീമിയ അടുത്തിടെ വാർത്തകൾ കണ്ടെത്തിയിട്ടുണ്ട്. 2025 ജലസുസ്ഥിരത സമ്മേളനം ഏത് നഗരത്തിലാണ് സംഘടിപ്പിച്ചത്? ന്യൂഡൽഹി. 2025 ജലസുസ്ഥിരത സമ്മേളനം നടന്ന സ്ഥലമാണ് ന്യൂഡൽഹി. അപാർ ID ഏത് സംരംഭത്തിൻ്റെ ഭാഗമാണ്? ഒരു രാഷ്ട്രം ഒരു വിദ്യാർത്ഥി ID എന്നതാണ് അപാർ ID. അപാർ ID എന്താണ്? ഒരു രാഷ്ട്രം ഒരു വിദ്യാർത്ഥി ID. ബഹിരാകാശ ദൗത്യങ്ങൾക്കായി വിക്രം 3201, കൽപ്പന 3201 എന്ന അതിവേഗ മൈക്രോ പ്രൊസസ്സറുകൾ വികസിപ്പിച്ചെടുത്ത സ്ഥാപനമാണ് ISRO. ബഹിരാകാശ ദൗത്യങ്ങൾക്കായി ISRO വികസിപ്പിച്ച അതിവേഗ മൈക്രോ പ്രൊസസ്സറുകൾ ഏതൊക്കെയാണ്? വിക്രം 3201, കൽപ്പന 3201. 2024 നടന്ന പാരീസ് ഒളിമ്പിക്സിൽ പുരുഷ വിഭാഗം ഫുട്ബോൾ ചാമ്പ്യന്മാരായ ടീം സ്പെയിൻ. 2024 നടന്ന പാരീസ് ഒളിമ്പിക്സിൽ പുരുഷ വിഭാഗം ഫുട്ബോൾ ചാമ്പ്യന്മാരായതാരാണ്? സ്പെയിൻ. 2024 നടന്ന പാരീസ് ഒളിമ്പിക്സിൽ വനിതകളുടെ 100 മീറ്റർ ഓട്ടത്തിൽ സ്വർണ്ണ മെഡൽ നേടിയതാരാണ്? ജൂലിയൻ ആൽഫ്രഡ്. അവർ എത്ര സെക്കൻഡ് കൊണ്ടാണ് ഫിനിഷ് ചെയ്തത്? 10.72 സെക്കൻഡ്. അപ്പോൾ 2024 നടന്ന പാരീസ് ഒളിമ്പിക്സിൽ വനിതകളുടെ 100 മീറ്റർ ഓട്ടത്തിൽ സ്വർണ്ണ മെഡൽ നേടിയതാര്? ജൂലിയൻ ആൽഫ്രഡ്. എത്ര സെക്കൻഡ് കൊണ്ടാണ് ഫിനിഷ് ചെയ്തത്? 10.72 സെക്കൻഡ്. 2024 കേരള ജ്യോതി പുരസ്കാര ജേതാവാരാണ്? MK സാനു. MK സാനുവിന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് 2013. 2024 കേരള ജ്യോതി പുരസ്കാര ജേതാവായ MK സാനുവിന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് 2013. 2024 ആകെ എത്ര പേർക്കാണ് അർജുന അവാർഡ് ലഭിച്ചത്? 32 പേർക്ക്. നിങ്ങൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി കറണ്ട് അഫയേഴ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് PDF, PSC അപ്ഡേറ്റ്സ് എല്ലാം അതാത് സമയങ്ങളിൽ കിട്ടുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപകാരപ്രദമാവുകയും ചെയ്യും. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കേരളത്തിലെ എത്രാമത്തെ ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ? 23ാമത്തെ ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. കേരളത്തിലെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. അദ്ദേഹം എത്രാമത്തെ ഗവർണറാണ്? 23ാമത്തെ ഗവർണറാണ്. നിലവിൽ കേരള ഹൈക്കോടതിയിലെ എത്രാമത്തെ ചീഫ് ജസ്റ്റിസാണ്? നിതിൻ മധുകർ ജാംദാർ. 39ാമത്തെ ചീഫ് ജസ്റ്റിസാണ് നിതിൻ മധുകർ ജാംദാർ. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിലവിലെ CEO ആരാണ്? ശ്രീകുമാർ K നായർ. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിലവിലെ CEO ആണ് ശ്രീകുമാർ K നായർ. നിലവിൽ ഇന്ത്യയുടെ ലോക്പാൽ ആരാണ്? അജയ് മണിക്റാവു ഖാൻവിൽക്കർ. നിലവിൽ ഇന്ത്യയുടെ ലോക്പാൽ ആരാണ്? അജയ് മണിക്റാവു ഖാൻവിൽക്കർ. ഇതൊക്കെ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട വസ്തുതകളാണ് ഓരോ വീഡിയോയിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്.
നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് വി രാമസുബ്രഹ്മണ്യൻ. ഇന്ന് മാർച്ച് 20 ഇന്ന് എന്ത് ദിവസമാണ്? ലോക അങ്ങാടി കുരുവി ദിനമാണ് മാർച്ച് 20. ലോക അങ്ങാടി കുരുവി ദിനം എന്നാണ് മാർച്ച് 20. സർക്കാർ സ്വകാര്യ മേഖലയിലെ സാന്ത്വന പരിചരണ സ്ഥാപനങ്ങളെ ഏകോപിപ്പിച്ച് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന പാലിയേറ്റീവ് കെയർ ഗ്രിഡാണ് കേരള കെയർ. സർക്കാർ സ്വകാര്യ മേഖലയിലെ സാന്ത്വന പരിചരണ സ്ഥാപനങ്ങളെ ഏകോപിപ്പിച്ച് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന പാലിയേറ്റീവ് കെയർ ഗ്രിഡാണ് കേരള കെയർ. നിങ്ങൾക്കിത് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.